ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് മൂവിനെ കുറിച്ചാണ്, കാസ്ലിംഗ്. എന്താണ് കാസ്ലിംഗ്? കാസ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി ഒരു കിങ്ങിന്റെ മൂവാണ്. ഒരേ സമയത്ത് തന്നെ കിങ്ങും റൂക്കും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ രണ്ട് പീസിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മൂവാണ് കാസ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് ചെസ്സിൽ ഒരേ ഒരു തവണ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. കിങ്ങിനെ സേഫ് ആക്കുന്നതിനും റൂക്കിനെ കളിയിലേക്ക് കൊണ്ടുവരുന്നതിനുമാണ് കാസ്ലിംഗ് ചെയ്യുന്നത്. ഇവിടെ കാസ്ലിംഗ് എന്നുള്ള മൂവ് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ പൊസിഷനിൽ കിങ്ങിന്റെയും റൂക്കിന്റെ ഇടയ്ക്ക് പീസുകളൊന്നുമില്ല. ഇവിടെ കിങ് ടു സ്ക്വയർ റൂക്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. റൂക്ക് എടുത്ത് അപ്പുറത്തെ സൈഡിലോട്ട് വെക്കും. അപ്പൊ ഈ ഒരു മൂവിനാണ് നമ്മൾ കാസ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് കിങ് സൈഡ് കാസ്ലിംഗ് ആണ്. അതായത് നമ്മുടെ ചെസ് ബോർഡിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. കിങ്ങിന്റെ സൈഡും ഉണ്ട്, അതേപോലെ തന്നെ ക്യൂവിന്റെ സൈഡും ഉണ്ട്. അപ്പൊ ഈ ഭാഗത്തിന് നമ്മൾ കിങ് സൈഡ് എന്നാണ് പറയുന്നത്, ഈ ഭാഗത്തിന് നമ്മൾ ക്യൂൺ സൈഡ് എന്നാണ് പറയുന്നത്. അവിടെ കിങ് സൈഡും ഉണ്ട്, ക്യൂൺ സൈഡും ഉണ്ട്. ഇപ്പൊ നമ്മൾ കാസ്റ്റിൽ ചെയ്ത് കിങ് സൈഡിലേക്കാണ്. കിങ് സൈഡിലേക്ക് കാസ്റ്റിൽ ചെയ്തപ്പോൾ ടു സ്ക്വയർ കിങ് മൂവ് ചെയ്തു, റൂക്കിന്റെ അടുത്തേക്കാണ്. ടു സ്ക്വയർ മൂവ് ചെയ്തു, റൂക്ക് എടുത്തിട്ട് വെച്ചു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒരു സ്ക്വയർ ആണ് മിച്ചമുള്ളത്. ഇനി നമ്മൾ ക്യൂൺ സൈഡിലോട്ട് കാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ കിങ് ടു സ്ക്വയർ മൂവ് ചെയ്യുന്നു. സെയിം തന്നെയാണ്, ടു സ്ക്വയർ ആണ് കിങ് മൂവ് ചെയ്യേണ്ടത്. കിങ് ടു സ്ക്വയർ മൂവ് ചെയ്യുന്നു, റൂക്ക് എടുത്ത് തൊട്ടടുത്ത സ്ക്വയറിലോട്ട് വെക്കുന്നു. ഇവിടെ രണ്ട് സ്ക്വയറുകൾ മിച്ചമുണ്ട്. അപ്പോൾ ക്യൂൺ സൈഡിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് സ്ക്വയർ ആണ് മിച്ചം വരുന്നത്. കിങ് ഡാർക്ക് സ്ക്വയറിലാണ് ഇരിക്കുന്നത്. കിങ് ടു സ്ക്വയർ ആണ് മൂവ് ചെയ്തത്, ഡാർക്ക് സ്ക്വയറിലേക്ക് തന്നെ വരും. ഇനി ക്യൂൺ സൈഡിലോട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്, ഡാർക്ക് സ്ക്വയറിലേക്ക് തന്നെ വരും. റൂക്ക് എടുത്ത് തൊട്ട് ഇപ്പുറത്തെ സ്ക്വയറിലോട്ട് വെക്കും. അപ്പം ഇതാണ് കാസ്ലിംഗ് എന്ന് പറയുന്ന മൂവ്. അപ്പൊ ഇത് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ സാഹചര്യം, കിങ് അല്ലെങ്കിൽ റൂക്ക് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൻസൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ കിങ് ആണ് മൂവ് ചെയ്തിരിക്കുന്നത്. കിങ് ആൾറെഡി മൂവ് ചെയ്തു, ഒപ്പണന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. കിങ് മൂവ് ചെയ്തു എങ്കിൽ ഇനി നമുക്ക് കാൻസൽ ചെയ്യാൻ പറ്റില്ല. ഈ കളിയിൽ നമുക്കിനി കാൻസൽ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ റൂക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ റൂക്ക് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് ഇനി കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ സൈഡിലെ റൂക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഈ സൈഡിലേക്ക് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല. അപ്പോൾ കിങ്ങോ റൂക്കോ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളിയിൽ കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കിങ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി റൂക്കാണ് മൂവ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിലേക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പറയുന്ന സാഹചര്യങ്ങളൊക്കെ ടെമ്പററിയാണ്, താൽക്കാലികമാണ്, പെർമനന്റ് ആയിട്ടല്ല. ഇവിടെ നമ്മൾ ഈ സൈഡിലോട്ട് കാസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഇടയ്ക്കായിട്ട് ഒരു നൈറ്റ് ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കാൻസൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന്റെ ഇടയ്ക്ക് പീസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ടെമ്പററി ആണ്. നൈറ്റ് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാൻസൽ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോ അടുത്ത ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒപ്പോണന്റ് ചെക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ ചെക്ക് വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കിങ് ചെക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ കിങ് ചെക്കിലൂടെ മൂവ് ചെയ്ത് പോകത്തില്ല. ചെക്കിലൂടെ മൂവ് ചെയ്തിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം ഇവിടെ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്. ചെക്കിലൂടെ മൂവ് ചെയ്ത് നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് അടുത്ത ഒരു സാഹചര്യം, ചെക്കിലേക്ക് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചെക്കില ഇവിടെ ചെക്കാണല്ലേ, ഇവിടെ മൂവ് ചെയ്ത് ചെക്കിലേക്കാണ് വരുന്നത്. അപ്പോഴും നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ 5 സാഹചര്യങ്ങളിലാണ് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്. ഏതൊക്കെയായിരുന്നു? ഒന്ന്, കിങ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. റൂക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത സാഹചര്യം പറഞ്ഞത്, ഇടയ്ക്ക് പീസുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പീസുകൾ ഇരിപ്പുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, ചെക്ക് വെച്ചാൽ കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കിങ് പോകുന്ന പാത്തിൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കിങ് വന്ന് ഇരിക്കുന്ന സ്ഥലത്ത് അറ്റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത്രയും സാഹചര്യങ്ങളിലാണ് കാസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്. ഇനി എന്തിനാണ് കാസ്റ്റ് ചെയ്യുന്നത്? കിങ് സെൻട്രലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒപ്പോണന്റ് പീസുകൾക്കെല്ലാം വളരെ വേഗത്തിൽ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏത് സൈഡിൽ നിന്നും അതിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. റൂക്ക് കളിയിലേക്ക് വരുന്നത് സെൻട്രലിലൂടെയാണ്. റൂക്ക് സാധാരണ കളിയിലേക്ക് വരുന്നത്. അപ്പോൾ റൂക്കിനെ കളിയിലേക്ക് കൊണ്ടുവരുന്നതിനും കൂടിയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. കിങ്ങിനെ സേഫ് ആക്കുക, റൂക്കിനെ കളിയിലേക്ക് കൊണ്ടുവരിക. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കാസ്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചില കുട്ടികൾ സൈഡിലൂടെ ഇവിടെ പോൺ പുഷ് ചെയ്ത് ഇതിലേക്കൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ശരിക്കും അങ്ങനെ അല്ല അത് ചെയ്യേണ്ടത്. റൂക്ക് കാസ്റ്റിൽ ചെയ്തതിന് ശേഷം സെൻട്രലിലൂടെയാണ് കളിയിലേക്ക് വരേണ്ടത്. ഓരോ ഗെയിമും ഓരോ പാഠങ്ങളാണ്. കളിക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക.